എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിചാരണയുടെ ഏറ്റവും പുതിയ ലക്കമാണ്. തിരഞ്ഞെടുപ്പ് നാളുകളാണ്. ഇന്ന് കേരളത്തിലെ 2.5 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് അവരുടെ 5 വർഷത്തെ സംസ്ഥാന ഭരണം ആര് നിയന്ത്രിക്കണം എന്നുള്ള തീരുമാനവുമായി അവർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് ഒട്ടേറെ സവിശേഷതകളുണ്ട്. കഴിഞ്ഞ എത്രയോ തിരഞ്ഞെടുപ്പുകൾ കണ്ടുപോയ ഒരു സമൂഹമാണ് നമ്മുടെ കേരളീയ സമൂഹം. ആ തിരഞ്ഞെടുപ്പുകളിലൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ തികഞ്ഞ ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു ആ തിരഞ്ഞെടുപ്പുകളൊക്കെയും. വളരെ അപൂർവങ്ങളായി ചില അനിഷ്ട സംഭവങ്ങളൊക്കെ അങ്ങിങ്ങായി ഉണ്ടായി എന്നതൊഴിച്ചാൽ മറ്റ് അനിതര സാധാരണമായ സംഭവങ്ങളൊന്നുമില്ലാത്ത തിരഞ്ഞെടുപ്പുകളായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മുടെ സമൂഹത്തിൽ നടന്നത്. ഇവിടെ ഇപ്പോൾ നാട് ഒരുപാടങ്ങ് പുരോഗമിച്ചു പോയി. കപട മതേതരത്വവും കപട ജനാധിപത്യവും കപട പുരോഗമനവാദികളുടെ ചില ആശയ പോരാട്ടങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ കാഴ്ച ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പാലക്കാട് അരങ്ങേറിയതായി നാം കണ്ടു. പാലക്കാട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പ്രശസ്തമാവുന്നത് ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസിൻ്റെ യുവ MLA ആയ ഒരു ചെറുപ്പക്കാരൻ അവിടെ MLA ആയിരുന്ന കാലഘട്ടത്തിൽ ആ മണ്ഡലത്തിന്, ആ നാടിന് നൽകിയ ഊഷ്മളമായ ചില സ്നേഹപ്രകടനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. ഷാഫി പാലക്കാട്ടെ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് സാമുദായിക സംഘടനകളുടെ പിൻബലത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഗർജിക്കുന്ന സിംഹമായി തീരാൻ വേണ്ടി വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ വന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു പോയത്. ഷാഫിയുടെ തട്ടകം ഇപ്പോൾ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് കിടക്കുന്ന ചില പേരാമ്പ്ര പോലെയുള്ള നിയോജക മണ്ഡലങ്ങളുമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഷാഫിയുടെ തട്ടകമാണ് പാലക്കാട്. ആ പാലക്കാട് ഇത്രയേറെ ദാരിദ്ര്യത്തിൽ അപമാനിതമായി നിൽക്കുന്ന ഒരു ജില്ലയാണോ? അതാണ് പ്രധാനമായും നാം ആദ്യം ഉന്നയിക്കേണ്ട സംശയം. കാരണം അവിടെ ഇന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP NDA മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ, അവരാണ് അവിടെ സ്ഥാനാർത്ഥി. അവർക്ക് വോട്ട് ചെയ്യുന്നതിനു വേണ്ടി തൻ്റെ നിയോജക മണ്ഡലത്തിലെ ചില ആളുകൾക്ക് പണം കൊടുത്തു എന്നാണ് പരാതി. ആ പരാതി ഉന്നയിക്കുന്നത് കോൺഗ്രസ്സാണ്. രേഖാമൂലം അവർ പരാതി നൽകുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വോട്ടിനു വേണ്ടി പണം വാങ്ങി ജീവിക്കേണ്ട ഗതികെട്ട ഒരു നാട്, ആ നാട് ഷാഫി പറമ്പിലിൻ്റെ പഴയകാല നിയോജക മണ്ഡലമായ അദ്ദേഹം MLA ആയി വാണരുളിയ നാടാണ്. അത് ഈ സംഭവത്തിൻ്റെ ഒരു ഘട്ടം മാത്രമാണ്. അവിടെ യഥാർത്ഥത്തിൽ ഇന്നലെ നടന്ന സംഭവം കേരളം മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെയുള്ള കോടാനുകോടി സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ ആ വീഡിയോ കണ്ടു. സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെ ആഘോഷമാക്കി അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഒരു സ്ത്രീ ഒരു വീടിൻ്റെ മുറ്റത്ത് ഇരിക്കുന്ന ഒരു പാവം വയോധികയുടെ അടുത്തേക്ക് ചെല്ലുന്നു.
അവരുടെ കൈവശം എന്തോ പിടിപ്പിക്കുന്നു, ഓടിമറയുന്നു. അവിടെ തന്നെ തുടങ്ങാം. സാധാരണഗതിയിൽ നാമൊക്കെ മനുഷ്യരാണല്ലോ. തിരഞ്ഞെടുപ്പായാലും ഇനി മറ്റെന്ത് മാമാങ്കം നാട്ടിൽ നടക്കുന്നൊരവസ്ഥയുണ്ടായാലും നമ്മുടെ മുന്നിലെത്തുന്ന അനാഥയായ അല്ലെങ്കിൽ അനാഥമായ അഗതിയായ ഒരാൾ, സ്ത്രീയോ പുരുഷനോ ആരോ ആവട്ടെ, അങ്ങനെ ഒരാൾക്ക് ഒരു പക്ഷേ നമുക്ക് പണം കൊടുക്കേണ്ടതായി വരും. നാം സമ്പന്നന്മാരായതുകൊണ്ടല്ല. ഒരു പക്ഷേ അവർ ആഹാരത്തിനു വേണ്ടി യാചിക്കുന്നുണ്ടാവും, വിശക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ രോഗാതുരമായ ജീവിതത്തിൽ മരുന്നിനു വേണ്ടി പ്രയാസപ്പെടുന്നുണ്ടാവും, കഷ്ടപ്പെടുന്നുണ്ടാവും, പണമില്ല. അപ്പോൾ അവർക്ക് നാം എങ്ങനെയാണ് എത്ര ചെറുതായാലും വലുതായാലും ഒരു തുക കൈമാറുക? നാം അവരോട് സംസാരിക്കില്ലേ? അതൊരു സാധാരണ സംഭവമല്ലേ? നാടകത്തിൽ അത്തരം രംഗങ്ങൾ ഉണ്ടാവില്ല. ഒരു തിരക്കഥയിലെ നാടകത്തിൽ അത്തരം രംഗങ്ങൾ ഉണ്ടാവില്ല. കാരണം അഭിനയിക്കുന്ന സ്ത്രീക്കറിയാം താൻ അഭിനയിക്കുകയാണ് എന്ന് ആ സ്ത്രീക്കറിയാം. പണം വാങ്ങുന്ന ആ പാവം സ്ത്രീക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യവുമില്ല. കൊടുക്കുന്ന ആളെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. യാഥാർത്ഥ്യ ജീവിതത്തിലാണെങ്കിൽ നാം എങ്ങനെയാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു പണം കൈമാറുക? അവരോട് കാര്യങ്ങൾ അന്വേഷിക്കും, കുശലം പറയും. രോഗമാണെങ്കിൽ രോഗത്തെക്കുറിച്ച് അന്വേഷിക്കും. ഇനി ഭക്ഷണം കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ വീടിനെക്കുറിച്ച് അന്വേഷിക്കും. എങ്ങനെയായാലും ഒരു 5 മിനിറ്റ് അവരോട് സംസാരിച്ചതിന് ശേഷമാണല്ലോ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനൊരു തുക കൈമാറുക. എൻ്റെ കയ്യിൽ തൽക്കാലം ഇതേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ, അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടക്കട്ടെ, അങ്ങനെയൊക്കെയാണല്ലോ സാധാരണഗതിയിൽ പറയുക. ഇവിടെ ഈ സീനിൽ നിങ്ങൾ ആ കാഴ്ച കാണുന്നുണ്ടോ? ആരോ മുന്നൊരുക്കത്തോടെ പറഞ്ഞയച്ചതുപോലെ ഒരു വെള്ള ചുരിദാർ ധരിച്ച ഒരു സ്ത്രീ തല താഴ്ത്തിപ്പിടിച്ച് ആ വീടിൻ്റെ മുറ്റത്തേക്ക് നടന്നു കയറുന്നു ഈ വയോധികയോടൊപ്പം. അവരുടെ കയ്യിൽ എന്തോ ചുരുട്ടി പിടിപ്പിക്കുന്നു. അങ്ങോട്ട് പോയതിനേക്കാൾ അതിവേഗതയിൽ അവർ തിരിഞ്ഞോടുന്നു. പിന്നീട് നാം കാണുന്ന സീൻ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരുപാട് വാഹനങ്ങൾക്ക് സമീപത്തുകൂടെ ആ സ്ത്രീ നടന്നു പോകുന്നതാണ്. അവർ നടന്നു പോകുന്നു. അവർ ഒരു വാഹനത്തിൽ കയറുന്നതായി നാം ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വീഡിയോ ഇല്ല. പക്ഷെ ഇവർ ഈ പണം കൈമാറാൻ വേണ്ടി പോകുന്നതും കൈമാറിയതിന് ശേഷം തിരിച്ച് ഓടുന്നതും ഓടിയതിനു ശേഷം റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കടുത്തുകൂടി ഇവർ നടന്നു പോകുന്നതും ആരോ ഒരാൾ ഒരു മൊബൈൽ ക്യാമറയിലോ മറ്റേതെങ്കിലും ക്യാമറയിലോ അത് ചിത്രീകരിക്കുന്നുണ്ട്. അത് ചിത്രീകരിച്ചത് കൊണ്ടാണ് ആ ദൃശ്യം പുറത്തേക്ക് വന്നത്. ഒരുപാട് ക്യാമറകളിൽ നിന്ന് ചിത്രീകരിച്ചിട്ടില്ല. ഒരേ ഒരു ക്യാമറയിൽ നിന്ന് മാത്രമാണ് ആ ദൃശ്യം ചിത്രീകരിച്ചത് എന്ന് ആ വീഡിയോ കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും. കാരണം ആ സ്ത്രീയുടെ സഞ്ചാര പദത്തിൻ്റെ പൊസിഷനൊക്കെ ഒരേ ആംഗിളിലാണ്. അവരുടെ മുൻഭാഗത്തുനിന്ന് ഒരു ക്യാമറയില്ല, ഏതെങ്കിലും വശത്തു നിന്നോ ഒരു ക്യാമറയില്ല. ഈ ക്യാമറ പ്രവർത്തിക്കുന്നത് ഒരു വാഹനത്തിനകത്തിരുന്നു കൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അവർ നടന്നു പോകുന്ന വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരുപാട് വാഹനങ്ങൾക്കിടയിൽ ശോഭാ സുരേന്ദ്രൻ എന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിലെ NDAയുടെ സ്ഥാനാർത്ഥിയുടെ വാഹനവും ഉണ്ടായിരുന്നു. ആ വാഹനത്തിനടുത്ത് എത്തുന്നതുവരെ ഈ ക്യാമറാമാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നീട് അങ്ങനെ ഒരു വീഡിയോ ഇല്ല. പിന്നീട് കാണുന്നത് വേറെ ഏതോ ഒരു ക്യാമറാമാൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹം തന്നെ ആയിരിക്കണം, അത് വേറൊരു ദൃശ്യമാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു 500 രൂപയുടെ നോട്ടുണ്ട്. ആ സ്ത്രീ ആ പാവം വയോധികയുടെ കൈ മലർത്തി വെച്ച് കാണിക്കുന്നു. അതിന് തൊട്ടടുത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട്. ഈ സ്ത്രീയുടെ സാന്നിധ്യം വീണ്ടും അവിടെ നമുക്ക് കാണാം. അത് രണ്ടാമത് പോയി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് എന്നുള്ളതും സ്പഷ്ടമാണ്. സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും
അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും ഈ വീഡിയോ യാഥാർത്ഥ്യത്തോടെ ഉള്ളതാണ്, യഥാർത്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമോ? നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി, വാഹനം ശോഭാ സുരേന്ദ്രൻ്റേതുണ്ടായതുകൊണ്ടും ശോഭാ സുരേന്ദ്രൻ BJP-ക്കാരി ആയതുകൊണ്ടും അതെങ്ങനെയാണ് നമുക്ക് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞയച്ച ആളാണ് ഈ സ്ത്രീ, അവരാണ് മറ്റേ സ്ത്രീക്ക് പണം കൈമാറിയത് എന്ന് നമുക്കങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും? അപ്പോൾ ഇതൊരു കൃത്യമായ തിരക്കഥയാണ്, പ്ലാനിംഗ് ആണ്. ആ പ്ലാനിങ് ഏതാണ്ടൊക്കെ പൊളിഞ്ഞ് പാപ്പരായി, അത് മറ്റൊരു സത്യം. പക്ഷേ അത് പാപ്പരായോ അതിൻ്റെ തുടരന്വേഷണവും പുനരന്വേഷണവും ഒക്കെ എന്താവും എന്നുള്ളതൊക്കെ മറ്റ് ഘടകങ്ങളാണ്. ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ് ഇത്തരം ചില സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അത് വിശദീകരിച്ച് പറയേണ്ടി വരുന്നതിൻ്റെ പിന്നിലെ സാഹചര്യം. പിന്നീട് ഒരു കാറിലിരിക്കുന്ന ഒരു പയ്യനുമായി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനും അവരോടൊപ്പമുള്ള ആളുകളും ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടുന്നൊരു ദൃശ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒറ്റ മാത്രയിൽ തന്നെ ആ കാറിനകത്തിരിക്കുന്ന പയ്യൻ മഹാധിക്കാരിയും തൻ്റെടിയുമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. തൻ്റെ ഇടമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സ്വബോധത്തോടെയുള്ള തൻ്റെ ഇടത്തെക്കുറിച്ചല്ല, പോക്രിത്തരം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, ശുദ്ധ പോക്രിത്തരം. ആ പയ്യൻ്റെ ചേഷ്ടകളിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും സംസാര രീതികളിൽ നിന്നും വ്യക്തമാണ് ആ പയ്യൻ മറ്റാരുടെയോ ഉപകരണമായി ശോഭാ സുരേന്ദ്രൻ പൊതുജനങ്ങൾക്ക് പണം കൈമാറുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി തയ്യാറാക്കിയ നാടകം അവതരിപ്പിക്കാൻ അതിൻ്റെ സംവിധായകനായി, ക്യാമറാമാനായി അവതരിച്ച ആളാണ് എന്ന് സ്പഷ്ടമാണ്. എന്താണിത്? ഇനി ഇതൊരു ഘട്ടമാണ്, അത് പോകട്ടെ, അതേക്കുറിച്ച് അധികം വിശദീകരിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഒരു വട്ടം 2 വട്ടം പറഞ്ഞു, അരിയാഹാരം കഴിക്കുന്ന ഒരാളും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഒരു സ്ഥാനാർത്ഥി തൻ്റെ വാഹനത്തിൽ നിന്നും ഒരു വ്യക്തിയെ ഇറക്കി വിട്ട് ആ വ്യക്തി മറ്റൊരു വ്യക്തിക്ക് പണം കൈമാറുമെന്ന് ചിന്തിക്കുക പോലും അസാധ്യമാണ്. അതും 100% ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് പൂതി തോന്നുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടാവുമല്ലോ. സർക്കാർ ഇലക്ഷൻ കമ്മീഷന് പണം കെട്ടിവെച്ച് മത്സരിക്കുന്ന ഒരു സാധാരണ വ്യക്തി, 10 വോട്ട് പോലും കിട്ടാത്തൊരു വ്യക്തി, അങ്ങനെ ഒരാൾ പോലും ഇത്ര ബുദ്ധിമോശം കാണിക്കുമെന്ന് കേരളത്തിലെ ഒരാളും വിശ്വസിക്കില്ല. അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ തൻ്റെ വാഹനത്തിൽ നിന്നും പണമെടുത്ത് ഒരു സ്ത്രീക്ക് കൊടുത്ത് ആ സ്ത്രീ അത് ഒരു വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു, മറ്റൊരു സ്ത്രീയെ ഏൽപ്പിച്ചു എന്ന് വരുത്തി തീർക്കാനുണ്ട് നാടകമുണ്ടാക്കിയത്. ഇതാണ് കോൺഗ്രസ് ബുദ്ധി, ഇതാണ് കോൺഗ്രസ് ബുദ്ധി. ഇനി ഇതിൻ്റെ ഒരു 2ാം ഘട്ടമുണ്ട്. ആ 2ാം ഘട്ടം പ്രവർത്തിക്കുന്നത് കോഴിക്കോട്ടെ മീഡിയ 1-ൻ്റെ ചാനലിൻ്റെ TV ചാനലിൻ്റെ ഓഫീസിൽ വെച്ചാണ്. ഈ വാർത്ത ആദ്യം ബ്രേക്കിംഗ് ന്യൂസായി കേരളത്തിനകത്തും പുറത്തേക്കുമൊക്കെ വ്യാപിപ്പിക്കുന്നത് മീഡിയ 1-ആണ്. അത് ശോഭാ സുരേന്ദ്രൻ തന്നെ കൃത്യമായി പത്രക്കാരോട് പിന്നീട് പറയുന്നുണ്ട്, മീഡിയ 1-ൻ്റെ ഇവിടെയുള്ള റിപ്പോർട്ടർക്കെതിരെ ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, നിയമ നടപടി നേരിടേണ്ടി വരും. അപ്പോൾ അതേ ഈ പത്രക്കാരൻ അക്കൂട്ടത്തിലുണ്ട്. അദ്ദേഹം ചോദിക്കുന്നു, ഞാനാണോ നിങ്ങളോട് പണം കൊടുക്കാൻ പറഞ്ഞത് എന്ന്. ഇതൊക്കെ ഒരു ചന്ത വർത്തമാനമാണ്, തരംതാണ മാർക്കറ്റ് വർത്തമാനം എന്നൊക്കെ പഴയ കാലത്ത് പറയാറുണ്ട്. ഇന്നത്തെ മാർക്കറ്റുകളിലൊന്നും ഇത്തരം സംസാരങ്ങളൊന്നും ആരും കേൾക്കാറില്ല. ഇന്നത്തെ മാർക്കറ്റുകളൊക്കെ അത്യധികം സംസ്കാര സമ്പന്നമാണ് കേരളത്തിൽ. അപ്പോൾ ഈ നടന്നത് ലോക ചെറ്റത്തരമാണ്, ലോക തെമ്മാടിത്തരമാണ്. അത് കോൺഗ്രസ് ആയാലും കേരളത്തിലെ പത്രക്കാരനായാലും മാധ്യമങ്ങളായാലും ആരായാലും നടന്നത് ലോക ചെറ്റത്തരമാണ്, ശുദ്ധ തോന്നിവാസമാണ്. അല്ലെന്ന് പറയാൻ നിങ്ങൾക്കാവുമോ? ഇതൊരു സാധാരണ സംഭവമാണ്.
ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? കേരളത്തിൽ BJP NDA മുന്നണിയുടെ ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥി നമ്പർ 1 ആയി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ പാലക്കാട്ട് അപകീർത്തിപ്പെടുത്തി പരാജയപ്പെടുത്തണം. പരാജയപ്പെടുത്തിയാൽ മാത്രം പോരാ, അപകീർത്തിപ്പെടുത്തണം. പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് ശോഭാ സുരേന്ദ്രനെയും പണം വാങ്ങി വോട്ട് വിൽക്കുന്നയാളാണ് പാലക്കാട്ടുകാർ എന്ന് പാലക്കാട്ടുകാരെയും അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഷാഫി പറമ്പിലിൻ്റെ കോൺഗ്രസും കേരളത്തിലെ മാധ്യമ ചെറ്റകളും കൂടി തയ്യാറാക്കിയ സമ്പൂർണ്ണ നാടകമാണ് ഈ അരങ്ങേറിയത്. അതാണ് വാസ്തവം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അതൊരു ബ്രേക്കിംഗ് ന്യൂസായി വിക്ഷേപിക്കുന്നതിന് മുമ്പ് ഒരു പത്രം ആഫീസിൽ നിന്ന് ഒരു പത്രപ്രവർത്തകന്മാർ, അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ള ആളുകൾ, റിപ്പോർട്ടർക്ക് വിവരമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം, അത് പോകട്ടെ. ചുമതലാബോധമുള്ള എഡിറ്റോറിയൽ ടീമിലുള്ള പ്രമോദ് രാമനെ പോലെയുള്ള ചില ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവർ ചെയ്യേണ്ടത് എന്താണ്? ഇവരെന്താണ് ചെയ്യേണ്ടത്? ഇവർ ശോഭാ സുരേന്ദ്രൻ്റെ ഫോൺ നമ്പർ ഇവരുടെ കയ്യിലില്ലേ? സാമാന്യ സംസ്കാരമുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ഇവർ ആ നിമിഷം മൊബൈൽ ഫോണിൽ ബന്ധപ്പെടണ്ടേ? ഇങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്കെതിരായി വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്. എന്താണ് വാസ്തവം? ആരോപണം പുറത്തുവിടുന്ന അതേ സമയത്ത് തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ മറുപക്ഷവാദവും കൂടി പുറത്തുവിടാൻ ഈ മാധ്യമം ബാധ്യസ്ഥനല്ലേ? അതെന്തുകൊണ്ടുണ്ടായില്ല? അതുണ്ടാവാത്തതിൻ്റെ കാരണം ഈ തിരക്കഥയിൽ, ഈ ചറ്റത്തരത്തിൽ പാലക്കാട്ടെ കോൺഗ്രസിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചത് കോഴിക്കോട്ടെ മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടറും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. അതാണ് യാഥാർത്ഥ്യം. പിന്നീട് സകല മാധ്യമങ്ങളും കൂടി അതങ്ങ് ഏറ്റെടുക്കുന്നു. ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്നു. എന്നാൽ അതോടൊപ്പം സംപ്രേഷണം ചെയ്യുന്ന വീഡിയോ ക്ലിപ്പിങ്ങിൽ അതിനൊരു ലോജിക്ക് വേണ്ടേ? ശോഭാ സുരേന്ദ്രൻ്റെ കാറിൽ നിന്ന് ആ സ്ത്രീ ഇറങ്ങിപ്പോകുന്ന ദൃശ്യമുണ്ടോ? അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു സ്ത്രീയാണോ മറ്റൊരു സ്ത്രീക്ക് പണം കൊടുക്കുന്നത്? ഇനി പണം കൊടുത്തതിന് ശേഷം അവർ തിരികെ റോഡിലേക്ക് വന്ന് ശോഭാ സുരേന്ദ്രൻ്റെ കാറിൽ കയറുന്ന ദൃശ്യങ്ങളുണ്ടോ? ഇതൊന്നുമില്ലാതെ ഇവരങ്ങ് ആഘോഷിച്ചു. ഒറ്റ കാരണമേ ഉള്ളൂ, BJPയുടെ NDA മുന്നണിയുടെ ഒരു MLAയും കേരള നിയമസഭയിൽ ഉണ്ടാവരുത്. അത് കോൺഗ്രസിനേക്കാൾ അതിശക്തമായി അക്കാര്യത്തിൽ ആവശ്യമുന്നയിക്കുന്നത്, ആവശ്യക്കാരായി നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും PDPയും SDPAയും ഇവരെയൊക്കെ വാർത്താമാധ്യമങ്ങളിൽ കൂടി വലിയ മതേതരവാദികളായി പറത്തിവിടുന്ന മീഡിയ വൺ ചാനലുമാണ്. ഇതാണ് യാഥാർത്ഥ്യം. കേരള പോലീസിൻ്റെ അന്വേഷണമായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അന്വേഷണമായാലും അന്വേഷണം ഈ വഴിയെ സഞ്ചരിക്കും എന്നാണ് എന്നെപ്പോലെയൊക്കെയുള്ള ആളുകൾ പ്രത്യാശിക്കുന്നത്. അപ്പോൾ ആ 2 ഘട്ടം അവസാനിച്ചു. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുന്നു, പരാതി നൽകുന്നു, പോലീസിൽ പരാതി നൽകുന്നു, ജില്ലാ കലക്ടറെ നേരിട്ട് കാണുന്നു. അപ്പോൾ അവിടെ പുതിയൊരു സംഭവം ഉണ്ടാകുന്നു. തലേ ദിവസം, അതായത് വോട്ടിന് പണം കൊടുത്തു എന്ന് ആരോപണം ഉന്നയിച്ച ദിവസത്തിൻ്റെ തൊട്ട് തലേ ദിവസം ഇതേപോലെ ഒരു പണം കൈമാറ്റം നടക്കുന്നുണ്ട് എന്ന സംശയം ചില ആളുകൾക്ക് ഞങ്ങൾക്കുണ്ട് എന്നുള്ള തരത്തിൽ ജില്ലാ കലക്ടറുടെ ഓഫീസിൽ, ജില്ലാ ഭരണാധികാരിയുടെ ഓഫീസിൽ ഒരു പരാതി എത്തുന്നു. ആ പരാതി കലക്ടർക്കല്ല ROക്കാണ് നൽകിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മുൻകൂട്ടി പരാതി നൽകുന്നു, പിറ്റേന്ന് ആ പരാതി പ്രകാരമുള്ള തിരക്കഥ നടപ്പിലാക്കുന്നു. അതോടുകൂടി ശോഭാ സുരേന്ദ്രനും കേരളത്തിലെ BJPയും ദേശീയ ജനാധിപത്യ സഖ്യവുമെല്ലാം അമ്പയെ പരാജയപ്പെട്ടു, കഥ തീർന്നു. പിന്നീട് കേരളം ഭരിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPAയും കോൺഗ്രസും PDPയും, അങ്ങനെ കുറേ വ്യാജ മതേതര ശക്തികൾ. ഇതായിരുന്നു സങ്കല്പം. അല്പമെങ്കിലും ഒരു മാനുഷികമായ മര്യാദ
ഈ ആളുകൾക്കെല്ലാം ഉണ്ടാവണം. തിരഞ്ഞെടുപ്പ് ഒരു ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ അവസാന വാക്കൊന്നുമല്ല. തിരഞ്ഞെടുപ്പുകൾ വരും, തിരഞ്ഞെടുപ്പുകൾ പോകും. പക്ഷേ ഏതാണ്ട് 2500 വർഷങ്ങൾ കൂടി മനുഷ്യവാസം ഈ ഭൂമുഖത്തുണ്ടാവും എന്നാണ് ശാസ്ത്രീയമായി നാം കരുതപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ എത്രയോ തലമുറകൾക്ക് ഇനിയും ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കേണ്ടതായി വരും. അതിനിടയിൽ ഇത്തരം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താനുള്ള ആ ത്വരയുണ്ടല്ലോ, ആ ത്വര ഒരു മര്യാദയല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ ചെറ്റത്തരത്തെക്കുറിച്ചും ഈ മാധ്യമ ചെറ്റത്തരത്തെക്കുറിച്ചും അധാർമികതയെക്കുറിച്ചും പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നെറുകേടിനെക്കുറിച്ചും ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യാതിരിക്കാനാവില്ല. ഇനി ഈ സമയം വരെ ഞാൻ നേരത്തെ പറഞ്ഞ മഹാവീരൻ ഷോഫി പറമ്പിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു? എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ, എൻ്റെ നാട്ടിലെ ജനങ്ങൾ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തൊട്ട് കാശ് കൊടുത്താൽ ജനാധിപത്യം, വോട്ടവകാശം വിറ്റ് കാശാക്കുന്ന ആളുകളല്ല എന്നെങ്കിലും ഈ മഹാൻ പറയേണ്ടതായിരുന്നുവല്ലോ. ഈ മഹാൻ മൊഴിഞ്ഞോ? അയാൾ മൊഴിയില്ല. അയാൾ കേരള രാഷ്ട്രീയം കണ്ട ചാണക്യനാണ്. കോൺഗ്രസിനകത്ത് കെ കരുണാകരന് ശേഷം വാണരുളുന്ന യുവ ചാണക്യ ബുദ്ധിയാണ് ഈ ഷോഫി പറമ്പിൽ. പൂരം കാണാൻ പോകുന്നതേ ഉള്ളൂ. വടകരയിൽ കണ്ടു. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ TP രാമകൃഷ്ണൻ മത്സരിക്കുന്ന പേരാമ്പ്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഷോഫി ഷോ കേരളമെമ്പാടും കാണാൻ വേണ്ടി പോവുകയാണ്. അതൊരു വല്ലാത്ത ഷോ ആയിരിക്കും. ആ ഷോയുടെ പ്രകടനത്തിൻ്റെ മിന്നാട്ടത്തിൽ കോൺഗ്രസൊക്കെ നാമാവശേഷമാകും. ഈ സാധനം, ഈ ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഈ സാധനം മറ്റു ചില ആളുകളൊക്കെ തട്ടിക്കൂട്ട് പ്രസ്ഥാനമായി കൊണ്ടു നടക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത് മാന്യ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇത്തരം ആളുകളുടെ അഭ്യാസ പ്രകടനത്തിലും വിദ്യയിലുമൊന്നും വീണ് പോകരുത് പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ. നിങ്ങൾ ചെയ്തത് ശുദ്ധ അസംബന്ധമാണ്, ശുദ്ധ തെമ്മാടിത്തരമാണ്, ശുദ്ധ പോക്കൃത്തരമാണ്. നിങ്ങൾ അപമാനിച്ചത് ഒരു ശോഭാ സുരേന്ദ്രനെ മാത്രമല്ല, നിങ്ങളുടെ നാട്ടിലെ ഒരു ജനതയെ കൂടിയാണ്. ആ പാപം വൃദ്ധയായ സ്ത്രീയെ, അവരുടെ പ്രായത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെയാണ് നിങ്ങൾ അവമാനിച്ചത്. ആ ഓർമ്മ നിങ്ങൾക്ക് വേണം. പിന്നെ മാധ്യമങ്ങളോട് പറയാനുള്ളത്, ചെറ്റത്തരം ചെയ്യുന്നതിന് ഒരു പരിധിയൊക്കെ വേണം. ഏറ്റവും അവസാനം, ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ജില്ലാ കലക്ടർ ഈ സംഭവത്തിനൊക്കെ ശേഷം പാലക്കാട് ജില്ലാ കലക്ടർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വീഡിയോ നാം കണ്ടു. അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്പഷ്ടമായി മാധ്യമങ്ങളോട് പറയുകയാണ്. മാധ്യമങ്ങൾ അനങ്ങാതെ നിന്നത് കേൾക്കുന്നു. അപ്പോൾ ആവേശഭരിതനായി മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടർ ആവേശഭരിതനാകുന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, മാഡം, ഇനി ഈ വിഷയത്തിൻ്റെ ഫർദർ ആക്ഷൻ എന്താണ്? മനസ്സിലായില്ലേ? പണം കൊടുത്ത് വോട്ട് വാങ്ങി എന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുന്ന, ആരോപണം നേരിടേണ്ടി വന്ന ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ അയോഗ്യതയാക്കാനുള്ള വല്ല വകുപ്പും ഈ കേസിനകത്തുണ്ടോ മേഡം എന്നാണ് ഈ മഹാൻ, ഈ വിദ്വാൻ, ഈ പോക്രികൾ പറഞ്ഞുകൊടുത്ത കഥയ്ക്കനുസരിച്ച് ജില്ലാ കലക്ടറോട് ചോദിക്കുകയാണ്. ആവേശം മുട്ടിയാണ് ചോദ്യം. ഉദ്ദേശം വ്യക്തമല്ലേ? ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് സുന്ദരമായി ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ അയോഗ്യയാക്കപ്പെടണോ? MLA സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടണം. അതിന് വല്ല വകുപ്പുമുണ്ടോ മേഡം എന്നാണ് ഈ മഹോദരൻ ചോദിക്കുന്നത്. ഈ കഥകളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ മാധ്യമ ചെറ്റത്തരവും നമുക്ക് ബോധ്യപ്പെടും. അല്ലെങ്കിലും സാധാരണഗതിയിൽ നാം മാധ്യമങ്ങൾ, പത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് നിഷ്പക്ഷമായി സമൂഹത്തോട് നീതി പുലർത്തുന്ന പ്രസ്ഥാനങ്ങളെയാണ്. അങ്ങനെ ഒരെണ്ണം ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കേരളത്തിനകത്ത് നിന്ന് ഇന്ന് നിലവിലുണ്ടോ? മറ്റവൻ്റെയും പോണവൻ്റെയും അങ്ങനെ പല ആളുകളുടെയും ചട്ടുകമായി പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ജിഹ്വകൾ, തൂലിക, കൂലി എഴുത്തുകാർ,
അതിൽ പരം എന്ത് മാധ്യമധർമ്മമാണ് നിങ്ങളൊക്കെ ഈ നാട്ടിൽ നിർവഹിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പലവട്ടം പറഞ്ഞു പോയത്, ഇത് മാധ്യമ ചെറ്റത്തരമാണ്, തെമ്മാടിത്തരമാണ്. പാലക്കാട്ടെ കോൺഗ്രസുമായി സഹകരിച്ച് നടപ്പിലാക്കിയ ഭൂലോക തെമ്മാടിത്തരമാണ് പാലക്കാട്ട് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഇതിനൊക്കെയുള്ള കണക്കുകൾ പിന്നാലെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.